വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറിവേപ്പില വെച്ചിട്ട് ഒരു അച്ചാറുണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ വീത്തണം. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എണ്ണ തന്നെ വേണണ്ട. ഒരു 2 സ്പൂൺ എണ്ണ വീത്തിൻ്റെ അതിൽ കുറച്ച് ഉലുവ, ഒരു 10 പോറ്റ് വെളുത്തുള്ളി, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച വേപ്പിലിടാം. നന്നായിട്ട് ഫ്രൈ ആവണം. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പിടാം, ലേശിട്ടാൽ മതി. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാൻ. നമ്മൾ വെച്ച വേപ്പില നന്നായിട്ട് ഫ്രൈ ആയി. അതിലൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിക്കണം. ഞാൻ അടിച്ചിട്ട് വരാം. പിന്നെ ഒരു 1.5 സ്പൂൺ എണ്ണ വീത്താം. അതിലേക്ക് നമ്മൾ കടുക് ഇടാം. കടുക് പൊട്ടട്ടെ. പിന്നെ ഒരു 10 പോറ്റ് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ലേശം ഉപ്പിടാം. നമ്മൾ വേപ്പിലയിൽ ഉപ്പിട്ടുണ്ട്, എന്നാലും ഇതിൽ ലേശം ഇട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ച കറിവേപ്പില ഇതിലിടണം. ഇതിലേക്ക് കുറച്ച് പുളി, കോൽപ്പുളി പിഴിഞ്ഞത് ഇട്ടാം. അതുപോലെ ഇതിൽ കായത്തിൻ്റെ പൊടി ഇടണം. അത് ഒരു സ്പൂൺ ഇടാം. ഇതൊന്ന് വറ്റിക്കോട്ടെ. നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര ഇടാം. ഒരു ഐറ്റം കൂടി ഇതിൽ വീത്താനുണ്ട്. ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കണം. അപ്പോൾ നമ്മുടെ കറിവേപ്പില കൊണ്ടുള്ള അച്ചാർ റെഡിയായി. നമ്മുടെ കറിവേപ്പില അച്ചാർ റെഡിയായി.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.